ഞാൻ ഇത്തവണ പറയാൻ പോകുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനും ഗുരുവായൂരുമാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഏകദേശ ഘടനയാണിത്. ഇത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോം, ഇത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോം, ഇത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോമിൻ്റെ അപ്പുറത്തായിട്ടാണ് നാലാമത്തെ പ്ലാറ്റ്ഫോം റെയിൽവേ ട്രാക്ക് വരുന്നത്. ഇതാണ് നാലാമത്തെ പ്ലാറ്റ്ഫോം. ഇതൊന്ന്, ഇത് രണ്ട്, ഇത് മൂന്ന്, ഇത് നാല്. അങ്ങനെയാണ്. ബാക്കിയുള്ളത് യാർഡ് ലൈനാണ്. അങ്ങനെയാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഏകദേശം 3-4 പ്ലാറ്റ്ഫോമുകൾ തൃശ്ശൂരിൽ നിന്ന് ഷട്ടിൽ സർവീസ് നടത്തുന്ന ട്രെയിനുകൾക്ക് കൊണ്ടിടാനുള്ളതാണ്. എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് വരുന്നത്. എറണാകുളം ഭാഗത്ത് നിന്ന് ഷൊർണൂർ അല്ലെങ്കിൽ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളെല്ലാം പ്ലാറ്റ്ഫോം 2-ലാണ് വരാറ്. അങ്ങനെയാണ് വരുന്നത്. ഗുരുവായൂർക്ക് പോകുന്ന ട്രെയിനുകൾ ഇവിടെ വന്ന് ഇത് പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനാണ്. തൃശ്ശൂരിൻ്റെ ഒരു സബ് സ്റ്റേഷനായിട്ടാണ് വരുന്നത്. ഒരു സബ്ബായിട്ട് തന്നെ വരുന്നത്. തൃശ്ശൂർ സ്റ്റേഷൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. അത് ഇവിടുന്ന് വീണ്ടും ഷൊർണൂർ ഭാഗത്തേക്ക് അല്ലെങ്കിൽ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇടതുവശത്തേക്ക് തിരിഞ്ഞു പോവുകയാണ്. ഇങ്ങനെയാണ് ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്നത്. സിംഗിൾ ലൈനാണ്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷന് ഇത് ഇവിടെയാണ്. ഈ തൃശ്ശൂരും പൂങ്കുന്നവും കഴിഞ്ഞാൽ പിന്നെ ഇട സ്റ്റോപ്പുകളൊന്നുമില്ല. പിന്നെ നേരെ ഗുരുവായൂർ എത്തിയാണ് ട്രെയിൻ നിൽക്കുന്നത്. ഇത് ഗുരുവായൂർ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം 1. ഗുരുവായൂർ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം 1, പ്ലാറ്റ്ഫോം 2, പ്ലാറ്റ്ഫോം 3. അങ്ങനെയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദൂരമാണ് ഗുരുവായൂർ തൃശ്ശൂർ റൂട്ട്. ഏകദേശം 25 കിലോമീറ്റർ 800 മീറ്ററാണ് ഇതിൻ്റെ നീളം. ഈ തൃശ്ശൂരും ഈ ഗുരുവായൂരും തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് തന്നെ രണ്ട് പ്രധാനപ്പെട്ട പ്രസിദ്ധമായ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന 2 സ്ഥലങ്ങളാണ് ഈ തൃശ്ശൂരും ഗുരുവായൂരും. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇതിന്. ഇത്രയാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇതിനകത്ത് അറിയേണ്ട ഒരു ചെറിയ കാര്യമുണ്ട്. ചെന്നൈ എഗ്മോറിൽ നിന്ന് തിരുനെൽവേലി വഴി തൃശ്ശൂർ വന്ന് ഗുരുവായൂർക്ക് പോകുന്ന ട്രെയിന് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. പിന്നെ 3-4 പ്ലാറ്റ്ഫോമുകൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഷട്ടിൽ ട്രെയിനുകൾക്ക് യാത്ര ആരംഭിക്കുവാനും അതുപോലെ അവയുടെ എൻജിനുകൾ ഷണ്ട് ചെയ്യുവാനും ഒക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂർ വരെ വന്ന യാത്ര അവസാനിപ്പിക്കുന്ന ട്രെയിൻ 3-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് സാധാരണ വരുന്നത്. അവിടെ നിന്ന് അത് വീണ്ടും ഗുരുവായൂർക്ക് തിരിച്ചു പോകും. ചെന്നൈ എഗ്മൂരിൽ നിന്ന് തിരുനെൽവേലി വരെ പോയിട്ട് തൃശ്ശൂർ വഴി വരുന്ന ട്രെയിനാണ് എനിക്ക് 2-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ആ ട്രെയിൻ വരുന്നത്. അതിനാണ് എനിക്ക് ഗുരുവായൂർക്ക് പോകേണ്ടത്. മുമ്പ് പറഞ്ഞ പോലെ ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂരിൽ യാത്ര അവസാനിപ്പിച്ച് തിരിച്ച് ഗുരുവായൂർക്ക് മടങ്ങുന്ന ട്രെയിൻ 3-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. തൃശ്ശൂരിൽ നിന്ന് കണ്ണൂർക്ക് പോകുന്ന കണ്ണൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് 4-ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 4-ാമത്തെ പ്ലാറ്റ്ഫോമിനാണ് മറ്റ് 3 പ്ലാറ്റ്ഫോമുകളെക്കാളും നീളം കുറഞ്ഞത്. ഈ 4-ാമത്തെ പ്ലാറ്റ്ഫോമാണ്. അങ്ങനെയും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ റെഗുലറായിട്ട് ഉപയോഗിക്കുന്നത് 1-2 പ്ലാറ്റ്ഫോമുകളാണ്. 3-ാമത്തെ പ്ലാറ്റ്ഫോമിന് ട്രാക്കിന് നീളക്കുറവുള്ളതുകൊണ്ടും പകുതി കൊണ്ട് തീരുന്നത് കൊണ്ടും അതങ്ങനെ ഉപയോഗിക്കാറില്ല. അങ്ങനെ ഞാൻ തൃശ്ശൂർ ഗുരുവായൂർ റൂട്ടിൻ്റെ മാപ്പിങ്ങിനായിട്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഐലൻഡ് എക്സ്പ്രസ് കടന്നു പോകുന്ന ഈ ട്രാക്കാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഇതുവഴിയാണ് എറണാകുളം, ആലപ്പുഴ, കോട്ടയം ഭാഗത്തേക്കുള്ള വണ്ടികൾ കടന്നു പോകുന്നത്. ഞാനീ നിൽക്കുന്നതാണ് 2-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഇതുവഴിയാണ് ഷൊർണൂർ, പാലക്കാട്, ഗുരുവായൂർ ഭാഗത്തേക്കുള്ള ദീർഘദൂര വണ്ടികൾ കടന്നു വരുന്നത്.
തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഷട്ടിൽ സർവീസ് ആരംഭിക്കുന്ന ട്രെയിനുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 3ഉം 4ഉം പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ്. തൃശ്ശൂർ കണ്ണൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്യുകയാണ്. 6:40-നാണ് ഈ വണ്ടി പുറപ്പെടുന്നത്. രാവിലെ 6:40-ന് പുറപ്പെടും. തൃശ്ശൂർ കണ്ണൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് തൃശ്ശൂർ സ്റ്റേഷൻ്റെ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുകയാണ്. എനിക്ക് പോകേണ്ട ചെന്നൈ എഗ്മോറിൽ നിന്ന് തിരുനെൽവേലി വഴി ഗുരുവായൂർ വരെ പോകുന്ന എക്സ്പ്രസ് 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരികയാണ്. ചെന്നൈ എഗ്മോർ തിരുനെൽവേലി എക്സ്പ്രസ്സിൽ തൃശ്ശൂരിൽ നിന്ന് എൻ്റെ ഗുരുവായൂർ യാത്ര ആരംഭിക്കുകയാണ്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ആദ്യമായാണ് തൃശ്ശൂർ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഒരു വീഡിയോ എടുക്കുന്നത്. ഇനി തൃശ്ശൂർ സ്റ്റേഷൻ്റെ സബായിട്ടുള്ള പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിൽ നിർത്തി അതിനുശേഷം അവിടുന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് തിരിയുകയാണ് മെയിൻ ലൈനിൽ നിന്ന്. എറണാകുളം തൃശ്ശൂർ വഴി പാലക്കാട് ഷൊർണൂർ കണക്ട് ചെയ്യുന്ന മെയിൻ ലൈനാണിത്. ഇത് പൂങ്കുന്നം ഭാഗത്തേക്ക് ഈ ട്രെയിൻ ചെന്നതിന് ശേഷം ഗുരുവായൂർ ഭാഗത്തേക്ക് ഇടതുവശത്തേക്ക് തിരിയുകയാണ്. അങ്ങനെയാണ് പോകുന്നത്. തൃശ്ശൂർ ഗുരുവായൂർ റൂട്ടിലോടുന്ന ട്രെയിനുകൾക്കെല്ലാം തന്നെ പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിലും ഒരു സ്റ്റോപ്പുണ്ട്. ട്രെയിൻ സാവകാശം പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഷൊർണൂർ പാലക്കാട് തൃശ്ശൂർ റൂട്ടിലെ മെയിൻ ലൈനിൽ നിന്ന് ഇടതുവശത്തേക്ക് തിരിയുകയാണ്. അതുവഴിയാണ് ഇനി ഗുരുവായൂർക്ക് പോകുന്നത്. ട്രെയിൻ അല്പദൂരം മുന്നോട്ട് പോയിട്ട് ഇടതുവശത്തേക്ക് തിരിയും.
ട്രെയിൻ പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷൻ കടന്നിരിക്കുകയാണ്. ഇനി ഇടതുവശത്തേക്ക് തിരിയുകയാണ്. ഇടതുവശത്തെ മെയിൻ ലൈനിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള ലൈനിലേക്ക് ട്രെയിൻ കയറുകയാണ് സാവകാശം. ട്രെയിൻ മെയിൻ ലൈനിൽ നിന്ന് ഗുരുവായൂരിലേക്ക് തിരിയുന്ന ലൈനിലേക്ക് കയറിയിരിക്കുകയാണ്. പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ ഇനി ഗുരുവായൂർ മാത്രമേ ട്രെയിൻ സ്റ്റോപ്പുള്ളൂ. വേറെ ഇട സ്റ്റോപ്പുകളൊന്നും ഇവിടെ ഇല്ല. ഗുരുവായൂർക്കുള്ള എൻ്റെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, ഷൊർണൂർ ഭാഗത്തേക്കുള്ള മെയിൻ ലൈന് ദൂരെ കൂടെ കടന്നു പോകുന്നത് കാണാം. പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളെല്ലാം കടന്ന് ട്രെയിൻ ഗുരുവായൂരിലേക്ക് പോവുകയാണ്. ഞാൻ ഈ കാഴ്ചകളെല്ലാം ആസ്വദിച്ചു പകർത്തി.
പാടങ്ങളുടെയും മരങ്ങളുടെയും എല്ലാം ഭംഗി ആസ്വദിച്ച് അങ്ങനെ ഞാൻ ട്രെയിനിൽ ഗുരുവായൂരിലെത്തിയിരിക്കുകയാണ്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ കയറുന്നത്. അങ്ങനെ നിലമ്പൂരും കൊല്ലം പുനലൂരും വഴിയുള്ള 2 സിംഗിൾ ലൈൻ യാത്രയ്ക്ക് ശേഷം മൂന്നാമത്തെ സിംഗിൾ ലൈൻ യാത്ര ഇവിടെ അവസാനിക്കുന്നു. അങ്ങനെ എൻ്റെ ഈ യാത്ര ഗുരുവായൂരിൽ അവസാനിച്ചിരിക്കുകയാണ്. ഒരു സ്വപ്നവും കൂടി അങ്ങനെ യാഥാർത്ഥ്യമായി. ഈ ട്രെയിൻ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിടും. എന്നിട്ട് ഇതിൻ്റെ എൻജിൻ കൊണ്ടുവന്ന് ഈ ട്രെയിനിൻ്റെ ബാക്കിൽ, അതായത് കയറി വന്ന ഭാഗത്ത് ഫ്രണ്ടിൽ കൊണ്ടിടും. പിന്നീട് 1-ാമത്തെ പ്ലാറ്റ്ഫോമിൽ വരുന്ന മറ്റൊരു ട്രെയിന് ആ എൻജിൻ ഘടിപ്പിച്ച് അത് പോവും. എന്നിട്ട് അതിൻ്റെ എൻജിൻ തിരിച്ചു കൊണ്ടുവന്ന് ഈ സമയത്തിന് ഈ ട്രെയിനിൽ ഘടിപ്പിക്കും. അങ്ങനെ ഈ ട്രെയിനും പോകും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ലൈൻ എൻഡ് ചെയ്യുന്ന സ്റ്റേഷൻ കൂടിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഗുരുവായൂർ സ്റ്റേഷനിലെത്തി. അതിൻ്റെ ഫ്രണ്ട് സൈഡ് എല്ലാം വീഡിയോ എടുത്തു. അങ്ങനെ അടുത്ത ട്രെയിനും ഞാൻ ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 3-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത് കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി.